വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം വിരുദ്ധ പരാമർശം കേരളത്തിൽ വലിയ വിവാദമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മലപ്പുറം ഒരു രാജ്യമാണെന്നും ഹിന്ദുമത വിശ്വാസികൾ സുരക്ഷിതരല്ല എന്ന രീതിയിലുമാണ് വെള്ളാപ്പള്ളി നടേശൻ സംസാരിച്ചത്. മലപ്പുറം ജില്ലയെ കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിൽ മോശമായി ചിത്രീകരിക്കുന്ന ഒരു പതിവ് BJPക്കുണ്ട്. അതിന്റെ തനി ആവർത്തനമാണ് വെള്ളാപ്പള്ളി നടേശനിൽ നിന്നും ഉണ്ടായത്. വിമർശനം ശക്തമാകുമ്പോൾ മലപ്പുറത്ത് നിന്നുള്ള ജനപ്രതിനിധികളും മറ്റ് നേതാക്കന്മാരും ഈ വിഷയത്തിൽ അവരവരുടെ അഭിപ്രായം പറഞ്ഞ് രംഗത്ത് വന്നു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലെ MLA PK ബഷീറിനോടും ലീഗ് നേതാവ് PMA സലാമിനോടും ഇത് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർ ചോദ്യം ആരാഞ്ഞപ്പോൾ ക്ഷുഭിതനായിട്ടാണ് PK ബഷീർ MLA പ്രതികരിച്ചത്. സരസമായ ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിക്കാറുള്ള ബഷീറിൽ നിന്ന് ഇത്തരത്തിലുള്ള പെരുമാറ്റം മാധ്യമങ്ങൾ പ്രതീക്ഷിച്ചതല്ല. ചോദ്യം കേട്ട ഉടനെ പിരാന്ത് എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റ ബഷീറിനെ PMA സലാം ഏറെ പണിപ്പെട്ടാണ് തടഞ്ഞത്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അയാളെന്തിനെ വിട്ടി പിരാന്ത് പറഞ്ഞു വിചാരിച്ചു നമ്മൾ എന്നും മറുപടി പറയാൻ പറ്റുമോ? സെക്രട്ടറി ഉഷാറായിട്ട് മറുപടി പറഞ്ഞിട്ടില്ലേ? അതല്ല, അദ്ദേഹം പറഞ്ഞതിന് കേരളീയ പൊതുസമൂഹം നന്നായി മറുപടി പറഞ്ഞിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മാധ്യമപ്രവർത്തകരും പറഞ്ഞിട്ടുണ്ട്. ഇന്നലത്തെ ചാനൽ ചർച്ചകളിലൊക്കെ അതിനെതിരായി പറഞ്ഞ രാഷ്ട്രീയ നേതാക്കളെക്കാൾ കൂടുതൽ ആങ്കർമാരാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ശരിയായില്ല എന്ന് സൂചിപ്പിച്ചത്. അതുകൊണ്ട് നിങ്ങളൊക്കെ അതിനെതിരാണ് എന്ന് ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മളെല്ലാം ഒരേ ചിന്തക്കാരായതുകൊണ്ട് അതിനെപ്പറ്റി ഇനി കൂടുതൽ പറയണ്ട. ലീഗ് അറ്റാക്കുകൾ ഏറ്റുവാങ്ങാൻ ഇനിയും ലീഗ് ബാക്കിയാണ്. ഞങ്ങൾ ആ ചർച്ച ഇനി ഓപ്പൺ ചെയ്യുന്നില്ല, ഞങ്ങൾ അവസാനിപ്പിച്ചു. അതിനൊക്കെ മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഇനി അത് റിപ്പീറ്റ് ചെയ്തുണ്ടാക്കണ്ടല്ലോ. ₹10 വിവരാവകാശ നിയമം ചോദിച്ചാൽ കിട്ടുന്ന വിവരങ്ങളാണ് ഇക്കാര്യങ്ങൾ മുഴുവൻ ആർക്കും കിട്ടും. അല്ല, നേരത്തെ കിട്ടിയത് തന്നെ ഉണ്ട്, അസംബ്ലിയിൽ കൊടുത്തതും മറ്റേ കിട്ടിയതൊക്കെ സ്ഥിരമായ കണക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ പറയേണ്ട സമയത്തും പറയേണ്ട വേദിയിൽ നമുക്ക് പറയാം. ഇപ്പം ഇനി അത് ലൈവായി നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമില്ല. പറഞ്ഞതിന് മറുപടി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് സമൂഹത്തിന് വ്യക്തമായിട്ടുണ്ട്. മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ, കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രാവശ്യം പറഞ്ഞൊന്നും പറഞ്ഞിട്ടില്ല, ഒരു സംഗതിക്ക് ഒരു പ്രാവശ്യം പറഞ്ഞ പോലെ അല്ല. നിങ്ങളാ പറഞ്ഞ പോലെ കുറച്ചൊക്കെ ഇത് പറയാൻ പറ്റുമോ? അയാൾക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, സലാമക്ക് വളരെ സ്ട്രോങ്ങിൽ പറഞ്ഞല്ലോ ഫസ്റ്റ് ഡേ. അവസാനിപ്പിക്കാം. താങ്ക് യു. പറ്റുന്നില്ല.